We are starting our episode number 2. നമ്മൾ ഇതിന്റെ വേക്കപ്പ് ടു വെൽനസ് എന്നാണ് നമ്മൾ ഇതിന്റെ പേരിട്ടേക്കുന്നത്. വേക്കപ്പ് ടു വെൽനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഒരു സീരീസ് ആണ്. നമ്മളിപ്പോ കഴിഞ്ഞ മാസം നമ്മൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ നമ്മൾ സെക്കൻഡ് സെഷൻ ആണ് നമ്മളിപ്പോ ചെയ്യാൻ പോണത്. ഓക്കെ, കുറെ പേര് വിളിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. ഞാൻ എന്റെ ഡിന്നറിന്റെ സമയം നേരത്തെയാക്കി, ഞാനിപ്പോൾ അലാം വെച്ചിട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങി, അതേപോലെ ഞാൻ ഭക്ഷണം കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് നടക്കാനുള്ള ഒരു ശീലം തുടങ്ങി. ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ ഓരോ ഹാബിറ്റ്സ് മാറ്റി നമ്മളെ ഒരു ഹെൽത്തി കണ്ടീഷനിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഈ സെഷൻസിന്റെ ഉദ്ദേശം. അപ്പൊ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെപ്പറ്റി കഴിഞ്ഞ സെഷനിൽ പറഞ്ഞത് അറിയണമെന്നുണ്ടെങ്കിൽ വെൽനസ് വിത്ത് വിധു എന്ന് പറഞ്ഞ ചാനലിൽ ഈ കഴിഞ്ഞ എപ്പിസോഡിന്റെ ഇത് കിടക്കുന്നുണ്ട്. യൂട്യൂബിൽ അവിടെ അപ്ലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. യു ക്യാൻ വാച്ച് ദാറ്റ് ഫോർ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തുകൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുക, ഓരോ ലൈഫ് സ്റ്റൈലും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് അതിനകത്തുണ്ട്. ഓക്കെ, അപ്പൊ ഇനി എപ്പിസോഡ് നമ്പർ 2ലേക്ക് കിടക്കാം. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു കാര്യം? അതായത് നമ്മുടെ പഴയ കാലത്ത്, പണ്ടത്തെ കാലത്ത് മിക്കവാറും ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, എന്തെങ്കിലും ഒരു അസുഖങ്ങൾ, ഒന്നല്ലെങ്കിൽ ഹാർട്ടിന്റെ ഇഷ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ മിക്കവാറും ആർത്രൈറ്റിസോ വാദം കണക്റ്റഡ് ആയിട്ടൊക്കെ ഇഷ്ടം പോലെ നമ്മളത് കാണാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആക്ച്വലി പഴയ ആൾക്കാർക്ക് അങ്ങനെ കണ്ടിരുന്നെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് കുറേ അധികം അസുഖം ഒരാൾക്ക് തന്നെ കാണുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട്. അതിൽ മെയിൻ ആയിട്ട് വെയിറ്റ് ഗെയിൻ കാണാറുണ്ട്, PCOD ഇഷ്യൂസ് കാണാറുണ്ട്, BP, ഷുഗർ, തൈറോയിഡ്, ഫാറ്റി ലിവർ, ആർത്രൈറ്റിസ്, അതേപോലെ ഹാർട്ട് ഇഷ്യൂസ്, സ്ട്രോക്ക് വന്നതായിട്ട് നമുക്ക് കാണാം, പല ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ് നമുക്ക് കാണാം, മെറ്റബോളിക് സെൻഡ്രോം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല രീതിയിൽ നമ്മൾ കാണാറുണ്ട്. ഇതെല്ലാം ശരിക്കും വേറെ വേറെ അസുഖങ്ങൾ തന്നെയാണ്. അത് ഒരേ ഒരു മരത്തിന്റെ പല ശാഖകളായിട്ട് വരുന്നതാണ്. അതെങ്ങനെയായിരിക്കും? അതായത് ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരു മരം, അതിന്റെ വേരെന്ന് പറഞ്ഞാൽ പല പല ആക്ടിവിറ്റീസ് ചെയ്യുന്ന വേരുകളുള്ള ഒരു മരം. ആ മരത്തിന്റെ പേര് ലൈഫ് സ്റ്റൈൽ എന്നാണ്. ഈ ലൈഫ് സ്റ്റൈലാണ് ഈ പറയുന്ന എല്ലാ അസുഖങ്ങളുടെയും റീസൺ. അപ്പൊ ഒരു മരത്തിന്റെ പല ബ്രാഞ്ചസ് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെ? അപ്പൊ ഇനി നമ്മൾ അടുത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇന്നത്തെ ടോപ്പിക് മെയിൻ ആയിട്ട് ഇതാണ്: 2 സൈലന്റ് ബൈ പ്രോഡക്റ്റ് ഓഫ് അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ. 2 സൈലന്റ് ബൈ പ്രോഡക്റ്റ് ഓഫ് അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഒന്ന് ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് നമ്മൾ പറയും, അതേപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇത് രണ്ടുമാണ് നമ്മുടെ 2 ബൈ പ്രോഡക്റ്റ് ഈ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ. അൺഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ഇതിനകത്ത് പറഞ്ഞതാണ്. എന്നാൽ ഇത് പറഞ്ഞു പോണതിന്റെ ഇടയിൽ ചിലത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടതാണ്. അപ്പൊ എന്താണ് ഇൻഫ്ലമേഷൻ? നമ്മൾ ഇൻഫ്ലമേഷൻ എന്താണെന്നൊന്ന് മനസ്സിലാക്കണ്ടേ? അത് ശരിക്കും പറഞ്ഞാൽ ബോഡിയുടെ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്, അല്ലെ? അത് പുറത്ത് എന്ത് പ്രശ്നം നടന്നാലും അകത്ത് എന്ത് പ്രശ്നം നടന്നാലും അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ചെയ്യുന്ന ഒരു സംഭവമാണ് ഇൻഫ്ലമേഷൻ. ഓക്കെ, അപ്പൊ WBC, അതായത് നമ്മുടെ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് ആണ് അതിനെ വന്ന് ഹീൽ ചെയ്യാനായിട്ട്. അത് നമ്മുടെ ഒരു മെത്തേഡാണ്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. സോ ഇറ്റ് ഇസ് ഗുഡ്, അല്ലെ? അങ്ങനെ പറഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഗുഡ്. അപ്പൊ ഇത് 2 ടൈപ്പ് ഓഫ് ഇൻഫ്ലമേഷൻ ഉണ്ട്. അതിന് അക്യൂട്ട് എന്നും ക്രോണിക് എന്നും നമ്മൾ പറയും. അപ്പൊ ഈ ഇൻഫ്ലമേഷൻ എപ്പോഴാണ് നമുക്ക് നല്ലതും ചീത്തയൊക്കെ ആവണേ എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് എന്താണ് ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ അക്യൂട്ട് ഇൻഫ്ലമേഷൻ എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിന് നമ്മൾ നമ്മുടെ ശരീരത്തിനെ ഒരു സിറ്റി ആയിട്ട് അങ്ങോട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ശരീരത്തിനെ നമ്മളൊരു സിറ്റി ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിനകത്തുള്ള ഓരോ കോശങ്ങളും ഓരോ സെല്ലും ഒരു വീടായിട്ട് കൺസിഡർ ചെയ്യുക. ബ്ലഡ് വെസൽസ് ഒക്കെ അതിലേക്കുള്ള റോഡുകളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഹാർട്ട് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു വാട്ടർ പമ്പിങ് സ്റ്റേഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒരു മെഡിക്കൽ ടേംസ് നമ്മളിവിടെ പറയുന്നില്ല. നമ്മുടെ ശരീരം എന്തുകൊണ്ടിട്ട് ഇൻഫ്ലമേറ്റഡ് ആവണു, എന്തുകൊണ്ടിട്ട് അസുഖങ്ങൾ വരുന്നു, എന്തുകൊണ്ടിട്ട് നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ വരുന്നു എന്നുള്ളത് നമ്മൾക്കൊരു ധാരണ വേണം. നമുക്ക് മെഡിക്കൽ ടേംസും ഡോക്ടേഴ്സ് പറയണതൊക്കെ അത് വേറെ ലാംഗ്വേജാണ്. നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജാണ് ഞാനിവിടെ പറയണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്യാം. അവിടുത്തെ ഒരു എന്താ പറയാ, നമ്മുടെ റോ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ് ലിവർ എന്ന് നമ്മൾ വിചാരിക്കാം. ഓക്കെ, ക്ലീനിങ് ഡിപ്പാർട്ട്മെന്റ് ആണ് കിഡ്നി, കൺട്രോൾ റൂം ആണ് ബ്രെയിൻ. നമ്മൾ കൺസിഡർ ചെയ്യുക കൺട്രോൾ റൂം ഇസ് എ ബ്രെയിൻ. ഇനി ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് അവിടുത്തെ ഫയർ ഫോഴ്സോ അല്ലെങ്കിൽ പോലീസ് ഫോഴ്സോ ഒക്കെ ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പൊ എല്ലാം നല്ല ഭംഗിയായിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് നടന്ന് അങ്ങനെ നല്ല രീതിയിൽ പോണ ഒരു സിസ്റ്റമായിട്ട് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യാം. ഒരു ദിവസം നമുക്ക് അവിടെ ഒരു വീട്ടിൽ തീ പിടിച്ചു. ഓക്കെ, ഒരു വീട്ടിൽ തീ പിടിച്ച ഉടനെ തന്നെ എന്താ ഫസ്റ്റ് സംഭവിക്കണേ? അയൽക്കാര് ഉടനെ തന്നെ അവര് ഫയർ ഫോഴ്സിലോ പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ചു പറയുന്നു. അപ്പൊ തന്നെ അവിടുന്ന് ഉടനെ തന്നെ അതിന്റെ ആൾക്കാർ വന്നു, അവരുടെ ആക്ഷൻ എടുത്തു, അവര് തീ കെടുത്തി. ഓക്കെ, എന്നിട്ട് തീ അണച്ചതിന് ശേഷം ആ വീടിന് ചെറിയ റിപ്പയർ ഒക്കെ ഉണ്ടാവും. അതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് ചെയ്യും. അണഞ്ഞാൽ ഉടനെ തന്നെ എല്ലാ നോർമൽ കണ്ടീഷനിലേക്ക് വന്നാൽ
ഈ പറയുന്ന വന്ന് ആ ഹെൽപ്പിന് വന്ന് ആ ഫയർഫോഴ്സ് ആണെങ്കിലും പോലീസുകാരൊക്കെ തിരിച്ചു പോകുന്നു. ഓക്കെ, അവിടെ എല്ലാം തിരിച്ച് നോർമലായി. ഇത് ബോഡിയിലാവുമ്പോൾ എങ്ങനെയാ സംഭവിക്കുക? ബോഡിയിലാവുമ്പോൾ നമ്മളൊന്ന് വീണു, നമ്മുടെ മുട്ടൊന്ന് പൊട്ടി, അല്ലെങ്കിൽ നമ്മളൊരു ഉറുമ്പ് കടിച്ചു. അപ്പൊ ഉറുമ്പ് കടിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രാണി കടിച്ചു, നമ്മുടെ ശരീരത്തിൽ ഫസ്റ്റ് ഉണ്ടാവണം അവിടെ ഒരു ഇൻഫ്ലമേഷൻ വരും, ഒരു നീർക്കെട്ട് വരും. അതെന്താന്ന് വെച്ചാൽ ശരീരം അപ്പം തന്നെ ഫസ്റ്റ് തന്നെ ഒരു എമർജൻസി അലാം പോവുക, ഒരു 108 ആംബുലൻസ് വിളിക്കണ പോലെയാണ്. ഓക്കെ, ഇത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അപ്പം തന്നെ ഉണരും. ഈ ഒരു അലാം കേൾക്കുമ്പോൾ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം അപ്പം തന്നെ ഉണരും. എത്ര ക്രിട്ടിക്കലാണ് ഡാമേജ് എന്ന് നോക്കും. അത് നന്നായി ക്ലീൻ ആക്കും. അവിടെ വന്നിട്ട് ടിഷ്യൂസിനെ ടിഷ്യൂസിനെ അവിടെ സേവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കണം, അല്ലെ? അപ്പൊ മുട്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോര വരും, പല ബാക്ടീരിയയും നമുക്ക് പുറത്തുനിന്ന് ചിലപ്പോൾ മണ്ണിന്റെ കൂടെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ടാവും. അതേപോലെ വേറെ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് വേണ്ടാത്ത ഫോറിൻ പാർട്ടിക്കിളൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പല ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം തന്നെ ഒരു സ്പെഷ്യൽ ഫോഴ്സിനെയാണ് അയക്കുക. അത് അവിടെ ചെന്നിട്ട് ഈ ബാക്ടീരിയകളെയൊക്കെ തിന്നു തീർക്കും. ഓക്കെ, ബാക്ടീരിയകളെയൊക്കെ തിന്നു തീർത്തിട്ട് എന്തെങ്കിലുമൊക്കെ അകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെയൊക്കെ ക്ലിയർ ചെയ്തിട്ട് അവരാണ് ഫസ്റ്റ് റെസ്പോണ്ടന്റ്. ഒരു പോലീസോ അല്ലെങ്കിൽ ഒരു ഫയർഫോഴ്സ് പോലെ ഫസ്റ്റ് വരുന്ന ആൾക്കാർ അവരാണ്. എന്നിട്ട് ഈ അൺവാണ്ടഡ് എൻട്രീസിനെ എല്ലാത്തിനും ക്ലിയർ ചെയ്ത് കളയും. പുതിയ ടിഷ്യൂ ഹീൽ ചെയ്യാൻ വേണ്ട ഉള്ള ഒരു എൻവയൺമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ഇതിന്റെ പുറകെയാണ് WBC അവിടെ വരുന്നതും ഈ സെൽസിന് നല്ല രീതിയിൽ ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യവും കൂടെ അവിടെ ഉണ്ടാക്കി വെക്കും. അപ്പൊ ഈ സെൽസിനൊക്കെ ഓരോ പേരുണ്ട്. ഈ വരുന്ന സെൽസിനെ നമുക്ക് ആ മെഡിക്കൽ ടേംസ് ഒന്നും അറിയേണ്ട കാര്യമില്ല. ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ ഇൻഫ്ലമേഷന്റെ എങ്ങനെയാണ് ഇത് നല്ലതും ചീത്തയാവണമെന്ന് പറഞ്ഞു തരാണ്. അപ്പൊ ഈ ടൈപ്പ് ഓഫ് ഇൻഫ്ലമേഷനെയാണ് നമ്മൾ അക്യൂട്ട് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. അതായത് ഇത് വന്ന അവന്റെ ജോലി കഴിഞ്ഞാൽ അത് അപ്പം തന്നെ തിരിച്ചു പോകണം. അത് ഷോർട്ട് ടേം ആയിട്ടാണ് ഈ ജോലികളൊക്കെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് അത് വന്ന അതിന്റെ പ്രോസസ്സ് തീർന്നാൽ തിരിച്ചു പോകണം, അല്ലെ? ബ്ലീഡിങ്ങും സ്വെല്ലിങ്ങും ഒക്കെ ഉണ്ടാവുമ്പോൾ എല്ലാ ഭാഗവും ഇൻഫ്ലമേഷൻ ആവും. അത് എല്ലാം ക്ലിയർ ആക്കും ഇമ്മ്യൂൺ സിസ്റ്റം. അതൊക്കെ കഴിഞ്ഞ് ക്ലിയർ ആയി കഴിയുമ്പോൾ അത് പുട്ട് ഓഫ് ചെയ്യണം, അത് ഓഫ് ആവണം. അത് ഓഫായി എല്ലാ ടീമും തിരിച്ചുപോയി അവിടെ അക്യൂട്ട് ഇൻഫ്ലമേഷൻ എന്ന് നമ്മൾ പറയണം. ഓക്കെ, ഇനി ഈ ഇൻഫ്ലമേഷൻ എപ്പോഴാണ് ചീത്തയാവണത് അല്ലെങ്കിൽ ഡേഞ്ചറസ് ആവണം എപ്പോഴാണ്? ഒരു ഇൻഫ്ലമേഷൻ നമുക്ക് എല്ലാവർക്കും ഇൻഫ്ലമേഷൻ കേൾക്കുമ്പോൾ അയ്യോ ചീത്തയായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുന്നു. പക്ഷെ ഇത്ര നേരം ഞാൻ പറഞ്ഞ നല്ല കാര്യമല്ല, അത് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതുണ്ടെങ്കിലേ നമ്മുടെ ബോഡി കൃത്യമായിട്ട് പോകുള്ളൂ. അപ്പൊ ഈ ഇൻഫ്ലമേഷൻ മോശമാവണത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമാജിൻ ചെയ്യാം. നമ്മളിപ്പോ നേരത്തെ ഒരു സിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു നമ്മുടെ ശരീരത്തിന്. ഓക്കെ, ഈ സിറ്റിയിൽ ഒറ്റ വീട് കത്തലല്ല നടന്നേക്കണം. ഈ സിറ്റിയിൽ അവിടെ ഇവിടെയും പുകഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ ഇവിടെയും ചെറിയ രീതിയിൽ എവിടെയോ വേസ്റ്റ് ഒക്കെ ഇട്ട് കത്തിച്ചിത്തിരി പുകയണു, വേറെ സ്ഥലത്ത് കുറച്ച് ചവറിട്ട് കത്തിച്ചു, അവിടെ പുകയണു. ചിലപ്പോൾ ഒരു വീടിന്റെ അടുക്കള ഭാഗത്ത് എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും അടുപ്പ് കിടത്താണ്ട് അവിടെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവിടെ ഇവിടെയും പുകഞ്ഞ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു വലിയ തീയാണോ? അല്ല. ഇത് നമുക്കൊരു ഡാമേജ് പെട്ടെന്ന് കാണാൻ പാകത്തിനുള്ള തീയാണോ? അല്ല. നമ്മൾ പോലും അത് കാണുന്നില്ല, അറിയുന്നില്ല. പല ആൾക്കാർ ആരുടെ ശ്രദ്ധയിലും ഇത് വരുന്നേ ഇല്ല. പക്ഷെ ഇത് കുറെ നാൾ കഴിയുമ്പോൾ ഇത് നടന്നിരുന്ന സ്ഥലം, ആ ഏരിയ ഡാമേജ് ആവാൻ തുടങ്ങും. ഓക്കെ, ഇതൊരു ഒരു ഫയറാണ്. നമ്മളത് നമ്മുടെ ബോഡിയായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു സൈലന്റ് ഫയറാണ്. അപ്പൊ ഒരു വീടാണെങ്കിൽ വീടിന്റെ പല ഭാഗങ്ങളും ഇതുകൊണ്ട് ഡാമേജ് വന്നു തുടങ്ങും. നമ്മളത് നോട്ടീസ് ചെയ്യണം കൂടെ ഇല്ല. അപ്പൊ നമ്മുടെ ശരീരത്തിലാണെങ്കിലോ ഇതേപോലെ ഇൻഫ്ലെയിംഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് പല രീതിയിലുള്ള ഡാമേജുകൾ. അപ്പൊ ഇതിനാണ് ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഇൻഫ്ലമേഷൻ ഇപ്പൊ ഈ ഒരു പറഞ്ഞ കണ്ടീഷൻ ശരീരത്തിൽ എന്താ ശരിക്കും സംഭവിക്കണമെന്ന് പറഞ്ഞുതരാം. ഈ ഫസ്റ്റ് റെസ്പോണ്ടന്റ് എന്ന് പറഞ്ഞാൽ ആദ്യം ഓടി വരുന്ന ആൾക്കാരാണ് പോലീസ് ഫോഴ്സ് എന്ന് ഞാൻ പറഞ്ഞു, ആർമി ഫോഴ്സ് എന്ന് പറഞ്ഞു. അതേപോലെ ആദ്യം നമുക്കൊരു ബോഡിയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓടിയെത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് വന്നിട്ട് അവരുടെ പണി തീർക്കാൻ പറ്റാണ്ട് എപ്പോഴും പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക. അവർക്ക് അവരുടെ അലാം ഓഫ് ചെയ്യാൻ പറ്റാണ്ട് വരിക. എപ്പോഴും അലേർട്ടായിട്ട് തന്നെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വരിക. അപ്പൊ ഈ ഇൻഫ്ലമേഷൻ ഇങ്ങനെ തുടർന്നുകൊണ്ട് പൊക്കോണ്ടിരിക്കുക. ഇങ്ങനെയുള്ള അവസ്ഥകളാണ് നമ്മൾ പറയണത്. അത് വെച്ചിട്ട് ബോഡിക്ക് അതിനെ അവസാനം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഈ അക്യൂട്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ക്ലിയർ ചെയ്താണെങ്കിൽ ഇത് നിൽക്കണില്ല. അപ്പൊ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ അക്യൂട്ട് ഇൻഫ്ലമേഷൻ ഇസ് ലൈക്ക് എ ക്യാമ്പ് ഫയർ എന്ന് നമുക്ക് പറയാം. അതായത് ഒരു ക്യാമ്പ് ഫയർ എന്താ, ആ ക്യാമ്പ് ഫയറിന്റെ ചുറ്റും നമ്മൾ നിന്നു, നമ്മൾ അവിടെ നല്ല എൻജോയ്മെന്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പോണ സമയത്ത് ക്യാമ്പ് ഫയർ ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ പോണേ. ഓക്കെ, പക്ഷെ ഈ ക്യാമ്പ് ഫയർ ഓഫ് ചെയ്യാണ്ട് നമ്മൾ പോയി ടെന്റിൽ പോയി കിടന്നു, അല്ലെങ്കിൽ നമ്മുടെ റൂമിലേക്ക് പോയി. കാറ്റ് വരുന്നതനുസരിച്ച് ഈ തീപ്പൊരികൾ പടർന്നു കിടന്നിട്ട് ചിലപ്പോൾ നമ്മുടെ ടെന്റിന് തന്നെ വന്ന് തീയാവണു, അല്ലെങ്കിൽ നമ്മൾ ഇത് ചെന്നിട്ട് അവിടുത്തെ വുഡ്സിൽ, അതായത് അവിടുത്തെ കാട്ടിൽ ചെന്നിട്ട് തീ പിടിക്കുന്നു. അപ്പൊ ചിലപ്പോൾ ഒരു ക്യാമ്പ് ഫയർ ഒരു വുഡ് ഫയറിലേക്ക് മാറണ അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ഫയറിലേക്ക് മാറുന്ന കണ്ടീഷനിലേക്ക് വരും.
അപ്പൊ ഇതാണ് ഈ അക്യൂട്ട് ഇൻഫ്ലമേഷനും ക്രോണിക് ഇൻഫ്ലമേഷനും തമ്മിലുള്ള വ്യത്യാസം. അതാണ് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ഈ തീ അണയാണ്ടിരിക്കുമ്പോഴാണ് ഈ തീപ്പൊരി പല സ്ഥലത്തേക്കും പോണത്. അപ്പൊ ഇതാണ് നമ്മൾ പറയണ ആ എപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കണ ഒരു ഫയർ എന്ന് നമ്മൾ പറയണത്. ഇത് എന്തുകൊണ്ടിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയിൽ എന്തുകൊണ്ടിട്ട് ഇത് സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയിൽ പല ടൈപ്പ് ഓഫ് വൈറസുകൾ, പല ടൈപ്പ് ഓഫ് ബാക്ടീരിയ, ഇതെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ നമ്മുടെ ശ്വസിക്കണയിലാവാം, ഭക്ഷണം കഴിക്കണയിലായാം, മുറിവുകളിലായിരിക്കാം, അതേപോലെ നമ്മുടെ അൺഹെൽത്തി ഹാബിറ്റ്സിലായിരിക്കാം, സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിനകത്തായിരിക്കാം, കഴിക്കുന്ന ജങ്കീനായിരിക്കാം, കുടിക്കുന്നതിനായിരിക്കാം, സ്മോക്കിങ്ങിനാവാം. പല ഇതിൽ നിന്നും ശരീരത്തിൽ വേണ്ടാണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതായത് ബോഡിക്ക് കറക്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ബോഡിക്ക് കറക്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇൻഫ്ലമേഷൻ കറക്റ്റ് ചെയ്യാൻ വന്നേക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? അവർക്കൊന്നും തിരിച്ചു പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഏത് ഫോറിൻ ബോഡി ശരീരത്തിൽ കയറിയാലും, അതേപോലെ ഏത് ടിഷ്യൂസ് കൂടുതൽ എക്സ്ട്രാ ടിഷ്യൂസ് ഫോം ചെയ്താൽ, അതായത് ഒരു ക്യാൻസർ പോലത്തെ അവസ്ഥ ഒക്കെ വന്നു കഴിയുമ്പോഴും ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ബോഡിയിൽ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാ ഈ ഇൻഫ്ലമേഷൻ പോണേ അവിടെ നിന്ന്? ഓക്കെ, അപ്പൊ അത് മനസ്സിൽ വെക്കുക. ഓക്കെ, രണ്ടാമത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രോണിക് ഇൻഫ്ലമേഷൻ വേറൊരു രീതിയിൽ നമുക്ക് ഹാംഫുൾ ആവണം. എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇവർ വർക്ക് ചെയ്യാൻ തുടങ്ങും. ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ശരിക്കും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല, ബോഡി അറ്റാക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഓക്കെ, അപ്പൊ ആരോഗ്യത്തോടുകൂടി ഇരിക്കണം നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്, അല്ല. പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിരന്തരമായിട്ട് നമ്മുടെ ഹാബിറ്റ്സ് വഴി, നമ്മൾ കഴിക്കുന്നതിൽ വഴി, നമ്മുടെ ഉറക്കമില്ലായ്മയിൽ നിന്ന്, നമ്മുടെ ഈ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ വഴി പല പല സംഭവങ്ങൾ ശരീരത്തിൽ ഇങ്ങനെ കയറും പലതും പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ തുടങ്ങുമ്പോൾ ഈ ഇമ്മ്യൂൺ സിസ്റ്റം കൺഫ്യൂസ്ഡ് ആവും. ഇമ്മ്യൂൺ സിസ്റ്റം കൺഫ്യൂസ്ഡ് ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവൻ നല്ലവനാരാ ചീത്തവനാരാന്ന് മനസ്സിലാവാത്ത അവസ്ഥയിൽ ഇവർ വന്നിട്ട് എല്ലാത്തിനും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. നല്ല സെൽസിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും, ചീത്ത സെൽ എല്ലാത്തിനും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മുടെ ശരീരം നമുക്കെതിരെ തിരിയണ ഒരു അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ നമ്മൾ പറയണേ. ഈ ഒരു കണ്ടീഷൻ ഭയങ്കര ഹൈലി ഇൻഫ്ലമേറ്ററി ആണ്. അതായത് ഭയങ്കര നീർക്കെട്ടും വയ്യായകളും ഒക്കെയാണ് അതിനകത്ത് നമ്മൾ കാണാറ്. അപ്പൊ നമുക്ക് എങ്ങനെയാ മനസ്സിലാവണേ നമ്മൾ വല്ലാണ്ട് ഇൻഫ്ലമേഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കണേ? നമ്മുടെ ബോഡി ഇൻഫ്ലെയിംഡ് ആയിട്ട് അറിയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ നീർക്കെട്ട് വരുമ്പോൾ ഒരു പ്രോട്ടീൻ ഉണ്ട്, സൈറ്റോകൈൻ എന്ന പേര്. അതിന്റെ പേരൊന്നും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ഒരു ആ പേരൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ പ്രോട്ടീൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ബ്ലഡ് സർക്കുലേഷനിൽ കൂടെ നമ്മുടെ ബ്രെയിനിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ബ്രെയിൻ ഫോഗ് പോലെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും നമുക്ക്. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്ത് നടത്താനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു കഴിവ് നമ്മുടെ ഒരു മങ്ങിപ്പോവും. നമുക്ക് അതേപോലെ തീരുമാനങ്ങൾ എടുക്കണതിൽ നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻസ് വരും. നമ്മൾ അൺഹെൽത്തി ഫുഡുകൾ എന്ത് കണ്ടു കഴിഞ്ഞാലും നമുക്ക് വലിച്ചു വാരി തിന്നണം എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. ഓക്കെ, അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ആണെങ്കിലും ശരി, പാക്ഡ് ഫുഡ് ആണെങ്കിലും ശരി, പ്രിസർവേറ്റീവ്സ് എന്ന് പറഞ്ഞ കളേർഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ കളേഴ്സ് ചേർത്തത്, നമ്മളെ തന്നെ ലോഡ് ചെയ്യാണ് കലോറീസ് വെച്ചിട്ട്. അങ്ങനെ നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ തുടങ്ങും. വെയിറ്റ് ഗെയിൻ ചെയ്യാൻ തുടങ്ങണു നമ്മൾ. അതനുസരിച്ചിട്ട് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ വിസറൽ ഫാറ്റ് കൂടി വരാൻ തുടങ്ങി. ഇതെല്ലാം പിന്നെയും ഇൻഫ്ലമേഷൻ കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ബോഡി ഫാറ്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനിലെ ഇൻഫ്ലമേഷനും കണക്റ്റഡ് ആണ്. ബോഡി ഫാറ്റ് കൂടുമ്പോൾ ബ്രെയിനും ഇൻഫ്ലമേറ്റഡ് ആവും, വെയിറ്റ് ഗെയിനും നമുക്ക് വരും. ഇത് ഓട്ടോമാറ്റിക്കലി ഫെറ്റീഗിലേക്ക് വരും. ഫെറ്റീഗ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരം ടയേർഡ് ആവുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ട്, എനിക്ക് വയ്യ, ഭയങ്കര ടയേർഡ്, എക്സോസ്റ്റഡ് ആയിട്ടോ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഈ ഫറ്റീഗ് എന്ന് പറയുന്ന അതിലും അപ്പുറമുള്ളൊരു കാര്യം, അതായത് നമുക്ക് ഒന്നിനും വയ്യ. എനിക്ക് നാളെ ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം എന്ന് പറഞ്ഞാലും എനിക്കിന്ന് വയ്യ പോവാൻ, അത്രയും വയ്യാണ്ട് ഞാൻ അങ്ങോട്ട് കയറി കിടക്കുക, കാരണം അത്രയും എനിക്ക് വയ്യാത്തൊരവസ്ഥയിലേക്ക് വന്നു. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് നമ്മൾ ഫറ്റീഗ് എന്ന് പറയുന്നത്. ഈ ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസിലൊക്കെ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസ് കാണാറുണ്ട്. അപ്പൊ ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂവലാണ് ബോഡിയിൽ. ഓക്കെ, അതിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ാണ്. നമ്മുടെ ഫാറ്റ് സെൽസ് എന്ന് പറയുന്നത് എന്താ? ഫാറ്റ് സെൽസ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഫ്യൂവൽ ടാങ്ക് പോലെയാണ്. നമ്മുടെ കാറിനകത്ത് ഒറ്റ ഫ്യൂവൽ ടാങ്കേ ഉള്ളൂ, കാറിൽ ഒറ്റ ഫ്യൂവൽ ടാങ്കേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഫാറ്റ് സെൽസ് എന്ന് പറയുന്ന ഫ്യൂവൽ ടാങ്ക് ആണെങ്കിലും ശരീരം അങ്ങോളം മുഴുവനും അല്ലെങ്കിൽ ശരീരം ഫുള്ള് നമുക്ക് ഫാറ്റ് സെൽസ് ആണ് നിറഞ്ഞിരിക്കുന്നത്. ബോഡി ഈസ് ലോട്ട് ഓഫ് ഫാറ്റ് സെൽസ്, എല്ലാ ഭാഗത്തും ഫാറ്റ് സെൽസ് ഉണ്ട്. ഓക്കെ, അപ്പൊ
നമ്മുടെ ടാങ്ക് ഫുൾ ആയാൽ എന്താ സംഭവിക്കുന്നത്? വെൻ ദ ടാങ്ക് ഇസ് ഫുൾ, ഈ ഫാറ്റ് സെൽസ് ഫുൾ ആവുമ്പോൾ, അല്ലെങ്കിൽ അത് നിറയണ സമയത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2, 3, 4 ഇരട്ടി വലുതാവാൻ തുടങ്ങും. അത് ഭയങ്കര ലാർജറായിട്ട് മാറാൻ തുടങ്ങും. അത് മാത്രമല്ല, അതിൽ നിന്ന് ലീക്കേജും വന്നു എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് ലീക്കേജും വന്നു എന്ന് വിചാരിക്കും. ഒരു ഫാറ്റ് സെൽസ് നിറച്ച് ഫാറ്റ് സെൽസ് ഉള്ളത് എല്ലാം വലുതാവാൻ തുടങ്ങി, എല്ലാം 2, 3, 4 ഇരട്ടി വലുതാവാൻ തുടങ്ങി. ഒരു ചെറിയ ട്രിഗർ മതി ഇതിനെ ബേസ്റ്റ് ചെയ്യാൻ. അതായത് നമുക്ക് ഈ ഒരു അസുഖം പോണതാണ് ഈ ബേസ്റ്റിംഗ് എന്ന് പറയുന്നത്. ചെറിയൊരു ട്രിഗർ മതി നമുക്ക് വലിയ വലിയ അസുഖങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ട് ഇത് വരുന്നത്. അപ്പം എന്ന് വെച്ചാൽ എല്ലാ അൺഹെൽത്തി ഹാബിറ്റ്സ്, അൺഹെൽത്തി ലൈഫ് സ്റ്റൈല്, നമ്മുടെ കയ്യിലുള്ള സ്ട്രെസ് ആണെങ്കിലും സെഡൻറ്ററി ലൈഫ് ആണെങ്കിലും ഉറക്കക്കുറവ്, അതേപോലെ ഇതെല്ലാം നമ്മളെ എത്തിക്കുന്ന കണ്ടീഷനാണ് ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ. അപ്പൊ ഇതാണ് നിങ്ങളെ മനസ്സിലാക്കിക്കാനുള്ളത്. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് ഈ ഓരോ കണ്ടീഷൻസിലേക്ക് എത്തിക്കുന്നതും അതിനെ ട്രിഗർ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ മാനേജ് ചെയ്യാനായിട്ട് പഠിക്കേണ്ടത്. പിന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഫാറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിസറൽ ഫാറ്റ് ആണ്. വിസറൽ ഫാറ്റ് ആണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഫാറ്റ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എബ്ഡോമൻ ഭാഗത്തായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അത് എത്രത്തോളം വലുതാവുന്നു അത്രത്തോളം ഇൻഫ്ലമേഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ എന്തുകൊണ്ടിട്ടാണ് നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കേണ്ടത്? എന്തുകൊണ്ടിട്ട് നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതിയും മുക്കാലും അസുഖത്തിന്റെ ഒരു റീസൺ എന്ന് പറയുന്ന ഇൻഫ്ലമേഷൻ ആണ്. അപ്പൊ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു സെഷൻ വെച്ചത്. അക്യൂട്ട് എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാവുന്നത് ഷോർട്ട് ടൈമാണ്, അതിന്റെ ഇന്റൻസിറ്റി കുറവാണ്. പക്ഷെ ക്രോണിക് എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും ഉണ്ടാവുന്ന സംഭവമാണ്. അപ്പൊ നമ്മളത് മനസ്സിലാക്കുക. ഒരു പോളിസ്റ്റർ തുണി കൊണ്ടിട്ട് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും റബ്ബ് ചെയ്തുകൊണ്ടിരുന്നാൽ, ആ സ്ഥിരമായിട്ട് റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോർ അവേഴ്സ് ആൻഡ് അവേഴ്സ് അതിങ്ങനെ ഒരഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു റെഡ് കളറും ഒരു ഇൻഫ്ലമേഷനും വരും. അവിടുത്തെ സ്കിൻ ഡാമേജ് ആവും. ഒരു ചെറിയൊരു ഒന്നും കൂടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരയിലും വന്ന് അവിടെ ബ്ലീഡിങ് തുടങ്ങും. ഓക്കെ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ക്രോണിക്. അപ്പൊ നമ്മുടെ പല ലൈഫ് സ്റ്റൈലും ഈ പോളിസ്റ്റർ തുണി ശരീരത്തിൽ മുട്ടി ഒരയുന്ന പോലെ അതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം ട്രിഗർ ചെയ്യുമ്പോൾ, എന്തെങ്കിലും നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അൺഹെൽത്തി ഹാബിറ്റിനകത്ത് കൂടുതലായി കഴിയുമ്പോൾ അത് പെട്ടെന്ന് അത് ട്രിഗർ ചെയ്തിട്ട് അതൊരു വേറൊരു സിറ്റുവേഷനിലേക്ക് നമുക്ക് പോകണം. അപ്പൊ ഇതാണ് അക്യൂട്ടും ക്രോണിക്കും. ഒന്ന് ഷോർട്ട് ടേം ആണ്, ഒന്ന് ലോങ് ടേം ആണ്. അപ്പൊ ഇത് നമ്മുടെ മറ്റേ ഏത് ഭാഗത്ത് വന്നാലും ഒരേപോലെ നമ്മുടെ ബ്ലഡ് വെസൽസ്, ഹാർട്ടിൽ വരാം, ബ്ലഡ് വെസൽസിൽ വരാം, നമുക്ക് എന്താ പറയുക കിഡ്നി പോലത്തെ കിഡ്നിയിൽ വരാം, ലങ്സിൽ വരാം, എവിടെ വേണമെങ്കിലും ഇത് പറഞ്ഞ പോലെ ഈ കണ്ടീഷൻസ് ഉണ്ടാവാം. നമ്മുടെ ആ ചേഞ്ചസ്, നമ്മുടെ സ്ഥിരമായിട്ട് മറ്റേ ഇൻഫ്ലമേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഈ ഒരയണ പോലെ ഇങ്ങനെ സ്ഥിരമായ ഒരു ഭാഗം ഒരഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ നമ്മുടെ ഇന്നർ ഭാഗത്തും ഈ ഡാമേജസ് ഉണ്ടായിക്കൊണ്ടിരിക്കണം. അപ്പൊ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുമ്പോൾ ബിഗ് ഡാമേജിലേക്കാണ് നമ്മുടെ ബോഡി പോണത്. ഇനി ഇത് ഏത് ഭാഗത്ത് നടന്നാലും അതിനൊരു പേരുണ്ട്. അതും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കുക. ഏത് ശരീരത്തിന്റെ ഏത് ഭാഗത്താണോ ഇൻഫ്ലമേഷൻ നടക്കണേന്ന് വെച്ചാൽ അതിനവിടെ ഒരു പേരുണ്ട്. ഇപ്പൊ സ്റ്റമക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നു. കോളനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊളൈറ്റിസ് എന്ന് പറയുന്നു. ലിവറിലാണെങ്കിൽ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നു. ടോൺസിലാണെങ്കിൽ, തൊണ്ടയിലാണെങ്കിൽ ടോൺസിലൈറ്റിസ് എന്ന് പറയുന്നു. നമ്മുടെ മോണയ്ക്കുള്ള വീക്കം വരാറുണ്ട്, അതിന് ജിഞ്ചിറ്റിവൈറ്റിസ് എന്ന് പറയുന്നു. അതേപോലെ നമ്മൾ ബ്രെയിനിൽ വരുമ്പോൾ മെനഞ്ചൈറ്റിസ് എന്ന് വിളിക്കുന്നു. കണ്ണിൽ വരുമ്പോൾ നമ്മൾ കണ്ണിക്കേട് എന്നൊക്കെ പറയുന്നത് കൺജക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നു. അതേപോലെ ലങ്സിലോ അല്ലെങ്കിൽ മറ്റേ ബ്രോൺകൈലോ വരുമ്പോൾ നമുക്ക് ശ്വാസം മുട്ട് പോലത്തെ കഫക്കെട്ട് പോലത്തെ ഇഷ്യൂസ് വരുമ്പോൾ അതിന് നമ്മൾ ബ്രോൺകൈറ്റിസ് എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഓരോ ഭാഗത്ത് വരുമ്പോഴും അതിൻ്റെതായ രീതിയിലുള്ള പേരും അതിനിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി കോസസ് ഓഫ് ക്രോണിക് ഇൻഫ്ലമേഷൻ എന്താന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാ വരുന്നത്? ഇത് ഒറ്റ രാത്രി കൊണ്ട് വരുന്നതല്ല, 10, 20, 30 വർഷം കൊണ്ടുള്ള നമ്മുടെ ഒരു ഹാബിറ്റ്, അതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് മാറണത് അല്ലെ. അതിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത്. അതിൽ ഒരു കാര്യം, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവുക, ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്, ഓവർ സ്ട്രെസ് ആയിട്ട് എപ്പോഴും ഇരിക്കുക, ടോക്സിൻസ്, പുറത്തുനിന്നുള്ള വായു എന്നുള്ള ടോക്സിൻസ്, അതേപോലെ നമ്മുടെ ഫുഡിൽ നിന്നുള്ള പെസ്റ്റിസൈഡ് പോലത്തെ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ളത്, രാത്രിയുള്ള ഉറക്കമില്ലാണ്ട് രാത്രി നമ്മൾ ഏത് നേരം ഫോൺ നോക്കിയിരിക്കുന്ന, ഉറക്കം വേണ്ട ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുക, അതായത് വേണ്ട റെസ്റ്റ് കൊടുക്കാനോ ഉറക്കം വേണ്ട സമയത്ത് ബോഡിക്ക് കൊടുക്കാണ്ടും പിന്നെ സെഡൻറ്ററി ആയിട്ടുള്ള ഒരു ലൈഫ്, എപ്പോൾ നോക്കിയാലും ആ കസേരയിൽ നിന്ന് ഈ കസേരയിൽ നിന്ന് വണ്ടിയിൽ നിന്ന് ഓഫീസിലേക്കായിട്ട് ഒരു രീതിയിലും നമുക്ക് ബോഡിക്ക് ഒരു ആക്ടിവിറ്റി കൊടുക്കാത്ത രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ. കൂടാണ്ട് എല്ലാ ടൈപ്പ് ഓഫ് പ്രോസസ്ഡ് ഫുഡ്,
പിന്നെ ഷുഗർ ഫ്രം ഓൾ സോഴ്സ്, എല്ലാ സോഴ്സിൽ നിന്നുള്ള ഷുഗർ, അത് പാക്കറ്റും ആയിക്കോട്ടെ, ജങ്ക് ഫുഡിനകത്ത് വന്നോട്ടെ, ഷുഗറി ടൈപ്പ് ഓഫ് എല്ലാം. പിന്നെ വറുത്ത് കോരിയെടുക്കുന്ന നമ്മുടെ എല്ലാ ഭക്ഷണങ്ങളും, പിന്നെ റിഫൈൻഡ് ആയിട്ടുള്ള എല്ലാം, റിഫൈൻഡ് ഓയിൽ ആണെങ്കിലും റിഫൈൻഡ് ആയിട്ടുള്ള അരികളാണെങ്കിലും എല്ലാം, പിന്നെ ട്രാൻസ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണം, ടൂ മച്ച് ഓഫ് സ്പൈസസ് ഉണ്ടാവുക, ഭക്ഷണത്തിൽ വളരെയധികം സ്പൈസസ് കയറി വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾക്ക് ഈ പറയുന്ന കണ്ടീഷൻസിലേക്ക് നമ്മൾ എത്തണം. അപ്പൊ എന്ത് ക്രോണിക് ഇൻഫ്ലമേഷൻസിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാവരും ഒന്ന് ചിന്തിക്കുക, എൻ്റെ ലൈഫിൽ ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കണേൽ അർത്ഥമില്ല, ഇതെല്ലാം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാം. അപ്പൊ നമുക്ക് എന്തുകൊണ്ടിട്ടാണ് അസുഖത്തിന്റെ ഒരു ട്രാക്കിലേക്ക് നമ്മൾ പോണേന്നുള്ളതിന്റെ ഒരു ധാരണ നമുക്ക് വന്നില്ലേ? അപ്പൊ ഇനി നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു ശ്രദ്ധ നമുക്ക് വരണം അല്ലെ? അപ്പൊ നമ്മള് ഇപ്പൊ ഇതിനകത്ത് ഒരു ബ്ലഡ് വെസലിന്റെ കണ്ടീഷൻ നമ്മൾ പറയുകയാണെങ്കിൽ, ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നത്, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ ഭാഗത്തും നമ്മൾ ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഇൻഫ്ലമേഷൻ ഒരു ബ്ലഡ് വെസലിൽ ഉണ്ടാവുമ്പോൾ എന്തൊക്കെയാ സംഭവിക്കണേ എന്നുള്ളത് നമുക്കറിയാം. മറ്റേ ഹൈ BP ഉണ്ടാവാം, എലാസ്റ്റിസിറ്റി പോവും, നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ എലാസ്റ്റിസിറ്റി പോയേക്കാം, സ്റ്റിഫ് ആവാം, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഒരു ഡോക്ടർ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഞാനിവിടെ പറയാം. ഡോക്ടർ പറഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കേട്ടത്, എനിക്കത് ഭയങ്കര ഇതായിട്ട് തോന്നി. നമ്മളൊരു അടുക്കളയിൽ ഒരു നോൺ സ്റ്റിക് പാത്രം യൂസ് ചെയ്യാണ്, ഓക്കെ, നല്ലൊരു കോട്ടിങ് അതിനുണ്ട്. ഈ രക്തക്കുഴലിലും അതേപോലെ ഒരു നല്ല കോട്ടിങ് ഉണ്ട്, എൻഡോത്തീലിയൽ കോട്ടിംഗ് എന്നാണ് അതിന് പറയുന്നത്. നോൺ സ്റ്റിക് പാനിലെ പോലെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് അതവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ റഫ് യൂസ്, നമ്മൾ ശരിയല്ലാത്ത രീതിയിൽ ഉള്ള ചട്ടകമൊക്കെ വെച്ചിട്ട് ഉരച്ച് നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ ഈ നോൺ സ്റ്റിക്കിന്റെ കോട്ടിങ് അവിടെ നിന്ന് പോകും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ രക്തക്കുഴലിൽ ഉണ്ടാവുന്ന ആ ഒരു കോട്ടിങ്ങും നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ, മോശമായ ലൈഫ് സ്റ്റൈലും ഇൻഫ്ലമേഷൻ വരുമ്പോഴും അത് ഡാമേജ് ആവും. അപ്പൊ ഇൻഫ്ലമേഷൻ വരുമ്പോൾ ഈ പറയുന്ന രക്തക്കുഴലിൽ ഡാമേജ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിന്റെ ഭാഗത്ത് എവിടെ മുറിവുണ്ടായാലും അവിടെ ഒരു ബ്ലീഡിങ് ഉണ്ടാവും അല്ലെ? അപ്പൊ ഇവിടെ ഈ ഒരു ലൈനിങ് പോണ സമയത്ത് അവിടെയും ചെറിയ ബ്ലീഡിങ് ഉണ്ടാവും. ബ്ലീഡിങ് വരുമ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? അത് സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ശരീരത്തിന്റെ പല ഭാഗത്തു നിന്ന് അവിടേക്ക് മറ്റേ കാൽഷ്യം കൊളസ്ട്രോൾ ഒക്കെ ചെന്ന് അവിടെ അടിഞ്ഞോടും. അപ്പൊ ആ ബ്ലീഡിങ് ഉണ്ടായ ഭാഗം, കേടായ നോൺ സ്റ്റിക്കിന്റെ ഭാഗം പോലെ അവിടെ എന്തെങ്കിലുമൊക്കെ വന്ന് ആ പോണ വഴിക്ക് ബ്ലഡ് ഫ്ലോയിന്റെ ഇടയ്ക്ക് അവിടെ വന്ന് എല്ലാം ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ഈ കുഴലിന്റെ വാവട്ടം അല്ലെങ്കിൽ അതിന്റെ ചുറ്റളവ് കുറയാൻ തുടങ്ങും. സൈസ് കുറയണനുസരിച്ച് അവിടെ ചുരുങ്ങാൻ തുടങ്ങും. രക്തം അതിൽ ഓടണത് വളരെ കുറവായിട്ട് വരും. ഓക്കെ, അപ്പൊ ഇത് വളരെ ഈസി ആയിട്ട് മനസ്സിലായ ഒരു കാര്യമല്ലേ? നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ ഉള്ളിലുള്ള ലൈനിങ്ങിന് ഡാമേജ് വരുന്നത് എന്തുകൊണ്ടിട്ട്? നമ്മൾ ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സുകൾ മുഴുവനാണ് അതിന് കാരണം. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ വരുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തലച്ചോറിലേക്ക് പോകുന്ന ഭാഗത്താണ് ഈ പറഞ്ഞ സംഭവം ഉണ്ടായെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്ട്രോക്ക് വന്നു. ഓക്കെ, ഹാർട്ടിലേക്ക് പോകുന്ന സ്ഥലത്താണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുന്നു. അങ്ങനെ ഓരോ ഭാഗങ്ങളിലേക്ക് പോണ രക്തക്കുഴലിനകത്ത് ഇങ്ങനെ ഡാമേജ് വരുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള നമ്മുടെ ശരീരത്തിലെ അസുഖങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. ഇനി ഇത് 1-2 വർഷം കൊണ്ട് ഉണ്ടാവുന്നതാണോ? ഒരിക്കലും അല്ല. ഇത് 10, 20, 30 വർഷം കൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ പെട്ടെന്ന് ഒരു സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്ത് ഇത് പെട്ടെന്ന് ട്രിഗർ ആവുമ്പോഴാണ് ഒരു സഡൻ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവണതോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകണം. അല്ലാണ്ട് അപ്പൊ ആ സമയത്ത് ഉണ്ടായ ഒരു പ്രശ്നമല്ല ശരീരത്തിനെ ആ കണ്ടീഷനിൽ നമ്മൾ കുറെ നാളുകൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആക്കി വെച്ചേക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ, അപ്പൊ ഇത് ആലോചിച്ചാൽ മതി. നമ്മൾ ആ ഒരു പോളിസ്റ്റർ തുണി കൊണ്ട് നമ്മൾ റബ്ബ് ചെയ്യണ സിറ്റുവേഷൻ ആലോചിച്ചാൽ മതി. അത് സ്കിന്ന് ഹാർഡാവും, കുറേ നാള് അത് റബ്ബ് ചെയ്ത് വരുമ്പോൾ അത് ഹാർഡാവണു. അത് പെട്ടെന്നൊരു ഫോഴ്സിലൊരു റബ്ബ് വരുമ്പോൾ അവിടെ ബ്ലീഡിങ് വരും. അതുപോലെയാണ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഇത് ഓരോന്നും സംഭവിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് ഒരു റീസൺ നമുക്ക് വരണത് എന്താന്ന് വെച്ചാൽ ഇൻഫെക്ഷൻസ്. നമ്മൾ ഇൻഫ്ലമേഷൻ ഉണ്ടാവാനുള്ള വേറൊരു കാരണം ഇൻഫെക്ഷൻസ് ഒരു വലിയ റീസൺ. അതായത് ട്രീറ്റ് ചെയ്യാണ്ട് കിടക്കണ പല ട്രീറ്റ് ചെയ്യാണ്ട് കിടക്കണ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗം ബ്ലീഡിങ് ഉണ്ടെന്ന് വയ്ക്കാം. പല്ലില് മോണയിൽ നമുക്ക് പഴുപ്പ് ഇങ്ങനെ സ്ഥിരം വന്നുകൊണ്ടിരിക്കണം. മോണയിലെ പഴുപ്പ് സ്ഥിരം ഇങ്ങനെ, അല്ലെങ്കിൽ മോണയിലെ ഇൻഫെക്ഷൻസ് സ്ഥിരമായിട്ട് നിൽക്കുമ്പോൾ അത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് കയറി കഴിഞ്ഞാലും ഈ ബ്ലഡിനകത്ത് നിന്ന് അത് നമ്മുടെ ഹാർട്ടിലേക്ക് പോയിട്ട് ഹാർട്ടിന്റെ ഹെൽത്തിനെ ബാധിക്കുന്ന രീതിയിൽ ഹാർട്ട് അറ്റാക്ക് വരെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള ഈ ഓരോ ഇൻഫെക്ഷൻസും അത് പിന്നീട് ബ്ലഡിലേക്ക് കയറിയിട്ട് ഈ പറയുന്ന ഇത് എല്ലായിടത്തേക്കും എത്തുകയാണല്ലോ. പല രീതിയിലും നമുക്ക് പല ഭാഗങ്ങളിലേക്ക് ചെന്നാലും അതിൻ്റെതായ ഡാമേജുകൾ ഉണ്ടാവും. അടുത്തത് എന്താണെന്ന് വെച്ചിട്ട് പല ടൈപ്പ് ഓഫ് മെഡിസിൻസ് നമ്മൾ സ്ഥിരം കഴിക്കുമ്പോഴും നമുക്ക് ഈ പറയുന്ന ഒരു നീർക്കെട്ട് ശരീരത്തിൽ ഉണ്ടാവും. പിന്നെ ഒരു കാര്യമുള്ളത് കോർട്ടിസോളിന്റെ
പ്രൊഡക്ഷൻ. അത് സ്ട്രെസ് വരുമ്പോഴാണ് ഉണ്ടാവുന്നത്. ഭയങ്കരമായിട്ട് ഓവർ സ്ട്രെസ് വരുമ്പോൾ മറ്റൊന്ന് കോർട്ടിസോളിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവും. നോർമൽ രീതിയിലുള്ള കോർട്ടിസോളിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യണതാണ്. ഓക്കെ, അപ്പൊ കോർട്ടിസോൾ നോർമൽ ആണെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം ഹൈ ആയിട്ടാണ് നിൽക്കണേ. കോർട്ടിസോള് വളരെയധികം കൂടണ സമയത്ത് അത് ഇമ്മ്യൂൺ ഫംഗ്ഷനെ സപ്രസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇമ്മ്യൂൺ ഫംഗ്ഷനെ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയണ ആ കാര്യങ്ങളൊക്കെ നടത്താനും ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ നമ്മുടെ കോർട്ടിസോളിന്റെ അളവ് കൂടണ അനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കൂടാം. പിന്നെ ഉള്ളത് ഇതിനു മുമ്പുണ്ടായ ഇഞ്ചുറീസ്, ഫ്രാക്ചേഴ്സ്, ഇതൊക്കെ മറ്റേ അൺഅറ്റൻഡഡ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാം. പിന്നെ റോങ് ഫുഡ് ഹാബിറ്റ്സ്, ഫുഡ് കോമ്പിനേഷൻസ്, ചേർക്കാൻ പാടില്ലാത്ത കോമ്പിനേഷൻ ഓഫ് ഫുഡ്സ് വളരെയധികം നമ്മളെ ഡാമേജ് ചെയ്യണതാണ്, നമ്മുടെ ഹെൽത്തിനെ ഡാമേജ് ചെയ്യണതാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനുള്ള റീസൺസ്. പിന്നെ ഉള്ളത് നമ്മുടെ സിഗരറ്റ് ആൻഡ് അതായത് സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ. ഒരു സിംഗിൾ സ്മോക്ക് വിൽ ഹാം യു എന്ന് പറയും. അതായത് ഒരു സ്മോക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതുകൊണ്ടിട്ടാണ് സ്മോക്കിംഗ് നിർത്തണം, കുറയ്ക്കുകയല്ല വേണ്ട, നിർത്തണം എന്ന് പറയുന്നതിന്റെ കാരണം. അപ്പൊ ഈ ലോ ഗ്രേഡ് ഇൻഫ്ലമേഷൻ ആയതുകൊണ്ട് നമ്മൾ ഇതിനെപ്പറ്റി പെട്ടെന്ന് അറിയണമെന്നില്ല. ഇത് ഉള്ളിൽ ഇങ്ങനെ പുകഞ്ഞുകൊണ്ട് കിടക്കും. അത് ശരിക്കും നമ്മുടെ ഒരു മരത്തിന്റെ ഫർണിച്ചർ പോലെയാ. അത് ചിലപ്പോൾ ഉള്ളിൽ ചെതലോ അല്ലെങ്കിൽ ടെർമൈറ്റ്സ് എന്തെങ്കിലും കയറിയിട്ട് അതിനെ തിന്ന് പോകുന്നുണ്ടാവും. നമ്മൾ കാണണില്ല, അറിയണില്ല. ഈ കേട് പെട്ടെന്ന് ഒരു ദിവസമായിരിക്കും നമ്മൾ അത് എടുത്ത് മാറ്റി വെക്കാൻ പോകുമ്പോൾ നമ്മുടെ കൈ അതിൻ്റെ ഉള്ളിലേക്ക് പൂണ്ടു പോകുമ്പോഴയ്യോ അവിടെ മുഴുവനും തിന്നല്ലോ, ഇനിയിപ്പോൾ എന്ത്, അങ്ങനെയാണ് നമ്മൾ അറിയണത്. ഓക്കെ, അപ്പൊ ഇതിനെ ടെസ്റ്റ് ചെയ്യണ രീതികളാണ് ESR നമ്മൾ ചെക്ക് ചെയ്യാൻ പറയും, CRP ചെക്ക് ചെയ്യാൻ പറയും, അങ്ങനെയുള്ളതൊക്കെ നമ്മളവിടെ ചെയ്യാറുണ്ട്. ഓക്കെ, അതൊക്കെ പറയാം. അപ്പൊ ഈ നമ്മുടെ ശരീരത്തിലെ ജീൻ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ ജീൻ ഒരു ലോഡഡ് ഗൺ പോലെയാണ്. ഓക്കെ, നമ്മുടെ ലൈഫ് സ്റ്റൈലുകൾ എങ്ങനെ മാറണോ അതനുസരിച്ചിട്ട് അതിനെ ട്രിഗർ ചെയ്യാണ് നമ്മൾ ചെയ്യണേ. ഇതാണ് നമ്മുടെ അസുഖത്തിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഒരു കാര്യം. ഇനി പിന്നെയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസീസസ് ലിങ്ക്ഡ് വിത്ത് നമ്മുടെ ഈ ഇൻഫ്ലമേഷൻ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് 2, അതായത് നമ്മൾ ഇൻഫ്ലമേഷൻ ഗ്രാജുവലി ഡാമേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹെൽത്തിനെ, ബ്ലഡ് വെസൽസിനെ എല്ലാം സ്ഥിരമായിട്ട് അത് നിൽക്കുമ്പോൾ. അപ്പൊ ഈസി ആയിട്ട് വരുന്ന അസുഖങ്ങളിൽ ഒന്നാണ് ടൈപ്പ് 2 ഡയബറ്റിസ്. അതേപോലെ ഒബീസിറ്റി വരുന്നുണ്ട്, നമുക്ക് ആസ്മ പോലത്തെ അസുഖം വരുന്നുണ്ട്, മറ്റേ തൈറോയിഡ് വരുന്നുണ്ട്, നമുക്ക് ആർത്രൈറ്റിസ് വരുന്നുണ്ട്, ലിവർ ഡാമേജ് വരുന്നുണ്ട്, ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ്, അൾഷമേഴ്സ് വരാറുണ്ട്. അങ്ങനെ മറ്റേ സ്കിൻ ഡിസീസുകൾ, ഗട്ട് ഡിസീസുകൾ പലതും, നമുക്ക് ഗട്ട് ഇഷ്യൂസ് പലതും വരാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ നിറഞ്ഞിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യം. ഇനി ഇൻഫ്ലമേഷന് നല്ലൊരു ക്ലോസ് ഫ്രണ്ട് ഒരാളുണ്ട്, വളരെ ഒരു കൂട്ടുകാരനുണ്ട്. എന്താണ് ഈ ഒരു ഫ്രണ്ടിന്റെ പേരെന്ന് വെച്ചാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ് ഈ ഫ്രണ്ടിന്റെ പേര്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഈ ഇൻസുലിൻ എന്ന് പറയുന്നത്, ഇൻസുലിൻ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും, ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹോർമോണാണ്. ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് ഉള്ള ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ കയറ്റാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. കോശങ്ങളിലേക്ക് ഈ നമ്മുടെ ഗ്ലൂക്കോസിനെ കയറാൻ സഹായിക്കുന്നത്. ഓക്കെ, ഇത് റെസിസ്റ്റ് ചെയ്ത് നിർത്തുക, അതായത് കോശങ്ങൾ ഇൻസുലിനെ യാതൊരു രീതിയിലും സൽക്കരിക്കണില്ല, അതിനെ റെസിസ്റ്റ് ചെയ്ത് നിർത്തണേനാണ്, പ്രതിരോധിച്ച് നിർത്തണേനാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് പറഞ്ഞത്. ഇതെങ്ങനെയാണ് ഇൻഫ്ലമേഷനും ഇൻസുലിൻ റെസിസ്റ്റൻസും കണക്ട് ചെയ്യണമെന്നുള്ളത് പറഞ്ഞുതരാം. നമുക്ക് മനസ്സിലാവണ പോലെ ഒരു കഥ പോലെ നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ, അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ശരീരം, ഇപ്പൊ നമ്മളൊരു സിറ്റി ആയിട്ട് കണ്ടു, ഇനി നമ്മുടെ ശരീരം നമ്മളൊരു വീടായിട്ട് കാണാം. ഒരു വീടായിട്ട് നമ്മൾ സങ്കല്പിക്കുക നമ്മുടെ ശരീരം. ഈ ശരീരത്തിനകത്ത് ഈ വീട്ടിനകത്ത് പല ഭാഗങ്ങളിലും മുറിയിലും എന്തൊക്കെയോ പുകഞ്ഞുകൊണ്ടിരിക്കാന്ന് വിചാരിക്കുക. ഇതിങ്ങനെ എന്തൊക്കെയോ അവിടെ ഇരുന്ന് ചെറുതായിട്ട് ചിലപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു മറ്റേ സിൽവർ പേപ്പർ ഫോയിലോ എന്തെങ്കിലും ഇരുന്ന് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കാന്ന് വിചാരിക്കുക. സ്ഥിരമായിട്ട് ഇതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുറിയിൽ മൊത്തത്തിൽ പുക പടരാൻ തുടങ്ങും. ഇത് വീടിനെ നശിപ്പിക്കുമെന്ന് വെച്ചാൽ വീടിനെ നശിപ്പിച്ചോളണം എന്നില്ല. ഓക്കെ, പക്ഷെ ഈ സ്മോക്ക് നമ്മുടെ ഡോറിന്റെ ലോക്കിൽ ചെന്ന് വീണ് ആ ലോക്കിനെ തുരുമ്പ് പിടിക്കുന്ന കണ്ടീഷനിലേക്ക് എത്തിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഗ്ലൂക്കോസ് ബ്ലഡ് സ്ട്രീമിൽ കയറി കഴിഞ്ഞാൽ ഈ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് കയറ്റുന്നത് ഇൻസുലിനാണ്. ഇൻസുലിൻ ഒരു താക്കോല് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ താക്കോല് വന്ന് ഈ ലോക്കിനകത്ത് കയറാൻ അല്ലെങ്കിൽ വെക്കാൻ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഈ ലോക്ക് വർക്ക് ചെയ്യില്ല, കാരണം ഇത് മുഴുവൻ തുരുമ്പെടുത്ത് പോയി. അപ്പൊ എന്ത് പറ്റി, ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ കയറ്റിവിടാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ മുഴുവൻ ഗ്ലൂക്കോസ് ഓടി നടക്കുക. അപ്പൊ ഈ ഗ്ലൂക്കോസ് ഇങ്ങനെ ബ്ലഡ് സ്ട്രീമിൽ ഓടി നടക്കുമ്പോൾ എന്താ സംഭവിക്കണേ, ബ്രെയിനിന് മെസ്സേജ് വിട്ട് ബ്രെയിൻ പിന്നെയും ഇൻസുലിനെ വിട്ടുകൊണ്ടിരിക്കും. കാരണം എന്തോ കയറാൻ പറ്റാഞ്ഞിട്ടാന്ന് മനസ്സിലായി. ബ്ലഡിൽ മുഴുവനും ഇൻസുലിനും നിറഞ്ഞു, ബ്ലഡിൽ മുഴുവനും മറ്റേ ഗ്ലൂക്കോസും കിടക്കുക, ഗ്ലൂക്കോസിന് അതിനകത്തേക്ക് കയറാനും പറ്റുന്നില്ല. ഈ ഒരു കണ്ടീഷൻ ഈ ഗ്ലൂക്കോസിനെ, അതായത് നമ്മുടെ ഇൻസുലിനെ ഗ്ലൂക്കോസിനെ അകത്ത് കയറ്റാൻ സമ്മതിക്കാണ്ട് നിൽക്കുന്ന ഈ അവസ്ഥയാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്.
അപ്പൊ ഇതിന്റെ മെയിൻ കാരണം കോശങ്ങൾ അകത്തേക്ക് കയറ്റിവിടാത്തത് ഈ ഇൻഫ്ലമേഷൻ കാരണം അവിടത്തെ ആ അകത്തേക്ക് കയറ്റിവിടണ ആ ഡോറിന്റെ ലോക്ക് തുരുമ്പെടുത്ത് പോയ പോലെയാണ്. ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇത് തുറക്കാൻ പറ്റാത്ത കണ്ടീഷൻ വരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള അപ്പൊ നമുക്ക് ഇനി ഗ്ലൂക്കോസ് ബ്ലഡ് സ്ട്രീമിൽ കുമിഞ്ഞു കൂടുമ്പോൾ എന്ത് പറ്റും? ബ്രെയിൻ വിചാരിക്കും ഇൻസുലിൻ ഇല്ലാന്നുകൊണ്ട് പിന്നെയും ഇടുന്ന ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഇത് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കണേ? മറ്റേ ഹൈപ്പർ ഇൻസുലിനിയ എന്നൊരു കണ്ടീഷനിൽ വരും. നമ്മൾ പ്രീ ഡയബറ്റിക് കണ്ടീഷൻ, നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രീ ഡയബറ്റിക് എന്ന് അറിയില്ലേ? പ്രീ ഡയബറ്റിക് ആവുന്നതിന്റെ കാരണം നമ്മുടെ ശരീരത്തിൽ നടന്നേക്കണം, നമ്മുടെ ലോക്ക് തുരുമ്പെടുത്തു, എന്തൊക്കെയോ ഇൻഫ്ലമേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ടിട്ടാണ് ബ്ലഡിലെ ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ കയറ്റാൻ പറ്റുന്നത്. ഈ കണ്ടീഷൻ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ബെല്ലി ഫാറ്റ് ഉണ്ടാക്കും. ഈ കണ്ടീഷൻ ബെല്ലി ഫാറ്റ് കൂടുതൽ ഉണ്ടാക്കാനാണ് കാരണം. മറ്റേ ഇൻസുലിൻ എന്ന് പറയുന്നത് മോർ ഫാറ്റ് സ്റ്റോറേജ് ആണ്. എക്സസ് ഷുഗർ മുഴുവനും വന്നിട്ട് ഫാറ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യണത്. അപ്പൊ പിന്നെയും ഫാറ്റ് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? പിന്നെയും ഇൻഫ്ലമേഷൻ ഉണ്ടാവും. ഇത് അത് വെച്ച് കഴിഞ്ഞാൽ ഈ പുക കാരണം പിന്നെയും ഇത് ലോക്ക് മറ്റേ തുരുമ്പെടുക്കും, പിന്നെയും ഇൻസുലിൻ വരും, പിന്നെയും ഫാറ്റ് വരും. ഇതിങ്ങനെ ഒരു എന്താ പറയുക, ഒരു വിഷ്യസ് സൈക്കിള് പോലെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് നമുക്ക് ഡയബറ്റിക്കും ഫാറ്റി ലിവറും PCOD, ഹൈ BP എല്ലാം വരുന്നത് ഓവർനൈറ്റ് വരുന്നതല്ല. ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. നമ്മുടെ ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ഓഫ് പ്രിപ്പറേഷനകത്താണ് നമുക്ക് ഈ പറയുന്ന കണ്ടീഷനിലേക്ക് നമ്മൾ വരുന്നത്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് നമ്മളെ അങ്ങനെ ആക്കിയത്. ഇനി വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്താണ് ഹോർമോൺ ഉണ്ട്, അതായത് മറ്റേ എഡിപ്പോ നെക്റ്റിൻ എന്നാണ് അതിന്റെ പേരൊന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഇതെന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് ഫാറ്റ് സെൽസിനകത്താണ് ഉണ്ടാവുന്നത്. ഫാറ്റ് സെൽസ് ആണ് ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യണത്, ഈ ഹോർമോണിനെ. അതൊരു മെക്കാനിക്കായിട്ട് നമ്മുടെ കേടുവന്ന ലോക്കിന് ഗ്രീസ് ചെയ്യാൻ വന്ന പോലത്തെ ഒരു ഹോർമോൺ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇത് വന്നിട്ട് നമ്മുടെ മറ്റേ ഗ്രീസ് ഇട്ടിട്ട് ഈ റസ്റ്റ് ആയിട്ട് ഇരിക്കണതൊക്കെ ക്ലീൻ ചെയ്ത് കളയുന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഇൻസുലിൻ കറക്റ്റ് ആയിട്ട് വർക്ക് ആവുമല്ലോ. അപ്പൊ ഈ ഫാറ്റ് സെൽസ് ഈ ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യണം എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഇതിനകത്ത് ഇത് പറഞ്ഞ പോലെ നല്ലോണം ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്തിരിക്കണ്ടാവും. പക്ഷെ ഫാറ്റ് സെൽസ് കൂടണ സമയത്ത് മോർ ഫാറ്റ് സെൽസ് ഉണ്ടാവുമ്പോൾ ഈ ഹോർമോൺ കുറയും. അപ്പോഴും എന്ത് സംഭവിക്കും? ഈ സെൽസിന്റെ ഡോറിന്റെ ലോക്കിനെ മെയിൻ്റനൻസ് റിപ്പയർ ചെയ്യണ വർക്കർ ഇല്ലാത്ത പോലെ. അപ്പൊ ഫാറ്റ് സെൽസ് കൂടണ അനുസരിച്ചിട്ട് ഈ ഹോർമോൺ കുറയണ സമയത്ത് അത് അപ്പോഴും നമ്മളെ ബാധിക്കും, ഗ്ലൂക്കോസിന് കോശങ്ങളിൽ കയറാൻ പറ്റാത്ത. അപ്പൊ ഇൻഫ്ലമേഷൻ ഹൈ ആയിട്ട് നിൽക്കുമ്പോഴും ഈ ഹോർമോൺ ലോ ആയിട്ട് നിൽക്കുമ്പോഴും നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കണ്ടീഷനിലേക്കാണ് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടിട്ടാണ് ഈ ഒരു വിഷ്വൽ സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നേക്കണേന്ന് വെച്ചാൽ സാധാരണക്കാരായ നമുക്ക് എന്താണ് ശരീരത്തിൽ സംഭവിക്കണേന്നുള്ളതൊന്ന് പറഞ്ഞു തരാനാണ്. കാരണം 80% അസുഖത്തിന്റെ റീസൺ ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. 80% അസുഖങ്ങൾ ഉണ്ടാവുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസും ഇൻഫ്ലമേഷനുമാണ്. അപ്പൊ ഇനി മോഡേൺ സയൻസ് ഇൻഫ്ലമേഷനെ പറ്റി പറയണത് നമ്മുടെ ബോഡിയുടെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ റെസ്പോൺസ് ആണെന്ന് പറയുന്നുണ്ട്. ആയുർവേദയുടെ ഡിസ്ക്രിപ്ഷൻ കുറച്ച് ഡിഫറെന്റ് ആയിട്ട്. ആയുർവേദ പറയണത് നമ്മുടെ ശരീരത്തിൽ ത്രിദോഷങ്ങളുണ്ട്, വാത പിത്ത അതേപോലെ കഫം. ഈ ഒരു കോമ്പിനേഷനാണ് നമ്മുടെ ശരീരം. ഓക്കെ, അപ്പൊ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് അവർ പറയുന്നത് ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള അഗ്നി, അതായത് നമ്മുടെ ജഠരാഗ്നിയിൽ വേണ്ട രീതിയിൽ വരാണ്ട് വരുമ്പോൾ നമുക്ക് ആമം എന്ന് പറയും, അതായത് ടോക്സിൻസ് കുറെ ശരീരം ദഹിക്കാണ്ട് കിടക്കുന്ന കുറെ ടോക്സിൻസ് ഉണ്ടാക്കും. കാരണം ദഹനം ശരിയല്ലാണ്ട് വരും. അതായത് നമ്മുടെ അഗ്നി കുറയുമ്പോൾ ദഹനം ശരിയല്ലാണ്ട് വരുമ്പോൾ ടോക്സിൻസ് ആമം കുറെ ശരീരത്തിലുണ്ടാവും. ഇത് പിത്ത ഇംബാലൻസ് ഉണ്ടാക്കണം. അതായത് ഡൈജഷൻ വളരെ വീക്ക് ആവുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ടോക്സിൻസ് എന്ന് പറയുന്നത് വളരെ വളരെ പുവർലി പ്രോസസ്ഡ് ആയിട്ടുള്ള മെറ്റബോളിക്, അതൊരു വേസ്റ്റ് ആണ്. നമ്മുടെ ആ ഒരു ഡൈജഷൻ പ്രോസസ്സിന്റെ ഒരു വേസ്റ്റ് ആണ്. ഇത് ശരീരത്തിന്റെ ഹീറ്റ്, അതായത് ഹീറ്റായിട്ട് ചൂടായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ടാവണം. അപ്പൊ പിത്ത എക്സസ് ആവുമ്പോൾ സ്വെല്ലിങ്ങും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടാവും. എന്തും ആയിക്കോട്ടെ, ഏത് രീതിയിൽ നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്താലും, ഇംഗ്ലീഷിൽ പറഞ്ഞാലും മലയാളത്തിൽ പറഞ്ഞാലും, എൻ്റെ പേര് വിധു ഹരിദാസ് എന്നാന്ന് പറഞ്ഞ പോലെ എന്തിൽ വേണമെങ്കിലും ഇത് എക്സ്പ്ലെയിൻ ചെയ്താലും ഈ എല്ലാത്തിൻ്റെയും റീസൺ എന്ന് പറയണത് നമ്മുടെ ഈ പറയുന്ന അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ്. നമുക്കൊരു നല്ല ഉറക്കം, നല്ല രീതിയിലുള്ള ഭക്ഷണം, ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാണ്ടിരിക്കുക, സ്ട്രെസ് മാനേജ്മെന്റ് ചെയ്യാണ്ടിരിക്കുക, ഇതെല്ലാം ലോങ് ടേം ഇങ്ങനെ ആ ഒരു കണ്ടീഷനിൽ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന എല്ലാ അവസ്ഥയിലേക്കും നമ്മൾ എത്തുന്നത്. സോ ഇതാണ് ഏത് മോഡേൺ സയൻസ് പറഞ്ഞാലും ആയുർവേദം പറഞ്ഞാലും ബേസ് എന്താന്ന് പറഞ്ഞാൽ ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ്. ബാക്കിയല്ല അത് എങ്ങനെ ട്രീറ്റ് ചെയ്ത് മാറ്റണതിന്റെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകണേ. പക്ഷെ ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ട്
ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാത്ത. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത ഒരു നല്ല റെഗുലർ ആയിട്ടുള്ള ബബൽ മൂവ്മെന്റ് ഉണ്ടാവും, വയറ്റിൽ നിന്നൊക്കെ നല്ല കൃത്യമായിട്ട് പോകും, നമ്മുടെ ലോങ് ടേം ഇൻഫ്ലമേഷൻ ഇല്ലാണ്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ലൈഫ് സ്റ്റൈൽ നന്നായാൽ കേട്ടോ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് നമ്മുടെ ചെവിയിൽ ശരിക്കും വിസ്പർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പല പല സിംറ്റംസ് ആയിട്ട് നമ്മുടെ ചെവിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കേൾക്കുന്നില്ല. ഒരു സമയം എത്തുമ്പോൾ ഇതെല്ലാം കൂടെ ഒച്ചയിൽ അലറി നമ്മളെ വിളിച്ചു പറയുന്നതാണ് ഒരു അസുഖം പോലെ നമ്മുടെ അടുത്തേക്ക് എത്തണം. അപ്പൊ ലൈഫ് സ്റ്റൈൽ നന്നായാൽ, ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റിയാൽ, അത് നമ്മുടെ ഡെയിലി നമ്മുടെ നല്ല നല്ല ഹാബിറ്റ്സിന് നല്ലൊരു റോൾ അതിനകത്തുണ്ട്, ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഉള്ളത്. ഓക്കെ. അപ്പൊ നമ്മുടെ ഓരോ ചോയ്സ് ഓഫ് ഫുഡും, അതായത് നമ്മുടെ ഓരോ ചോയ്സ് ഓഫ് ഫുഡും നമ്മുടെ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലും ഒരു തീ അണയ്ക്കണ പോലെയാണ്. അതേപോലെ നമ്മുടെ ബാഡ് ആയിട്ടുള്ള ഒരു ഫുഡ് ചോയ്സും അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലും നമ്മുടെ ഉള്ളിലുള്ള തീയെ ആളിക്കത്താനായിട്ടുള്ള ഒരു ഫ്യൂവൽ ഒഴിക്കുന്ന പോലെയാണ് എന്നുള്ളത് ഒരു സത്യം നമ്മൾ എന്തായാലും മനസ്സിലാക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട, ബോഡി ഡിസൈൻ ചെയ്തേക്കണം ഒരു വെജിറ്റേറിയൻ ആവണ രീതിയിലാണ് ബോഡിയെ ഡിസൈൻ ചെയ്തേക്കണം. നോൺ വെജും ഒരു മോഡറേറ്റ് ലെവലിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് ആന്റി ഇൻഫ്ലമേറ്ററി ഫുഡ്സ്, ആന്റി ഇൻഫ്ലമേറ്ററി ഫുഡ് എന്ന് പറഞ്ഞാൽ ഫുഡ് ദാറ്റ് അവർ ബോഡി നീഡ്സ്, നമ്മുടെ ബോഡിക്ക് വേണ്ട ഫുഡാണ് നമ്മളിവിടെ പറയണ ആന്റി ഇൻഫ്ലമേറ്ററി ഫുഡ് എന്ന് നമ്മൾ പറയണത്. ഇതിനെ ഓർക്കാനായിട്ട് നമ്മൾ മനസ്സിൽ ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരു മഴവില്ല് ആലോചിക്കുക. ഒരു മഴവില്ല് ആലോചിച്ച് കഴിഞ്ഞാൽ 7 കളേഴ്സ് ഉണ്ട് മഴവില്ലിന്, അല്ലേ? അപ്പൊ ഈ 7 കളറുള്ള മഴവില്ലിനകത്ത് ആലോചിച്ചിട്ട് 7 കളേഴ്സിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരു 4 കളറെങ്കിലും വരുന്ന പച്ചക്കറികൾ, 4 കളേഴ്സെങ്കിലും വരുന്ന പച്ചക്കറികൾ നമ്മൾ ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത്. അതിൽ മെയിനായിട്ട് പച്ച, മഞ്ഞ, ഓറഞ്ച്, റെഡ്. പച്ച എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ രീതിയിലുള്ള ഇലക്കറികൾ, അതിനകത്ത് മുരിങ്ങ, ചീര എല്ലാം വരും. പിന്നെ ബ്രക്കോളി, കുക്കുംബർ, ഗ്രീൻ ബീൻസ്, കൊറിയാൻഡർ ലീവ്സ്, വെണ്ടയ്ക്ക, പാവയ്ക്ക, വഴുതനങ്ങ, ക്യാബേജ് എല്ലാം അതിനകത്ത് വിടും. പിന്നെ നമ്മൾ മഞ്ഞ, യെല്ലോ എന്ന് പറയുമ്പോൾ അതിനകത്ത് പഴം വരുന്നുണ്ട്, പൈനാപ്പിൾ വരുന്നുണ്ട്, ക്യാപ്സിക്കം, അതിന് മറ്റേ മഞ്ഞ കളറിലെ ക്യാപ്സിക്കം ഉണ്ട്, ടെർമറിക്, മഞ്ഞ, ഐ മീൻ പച്ചക്കറിയിലല്ല, അല്ലാണ്ട് നമുക്ക് വരുമ്പോൾ ജിഞ്ചർ ഉണ്ട്, അതിനകത്ത് നാരങ്ങയുണ്ട്. പിന്നെ മറ്റേ ഓറഞ്ച് കളർ എന്ന് പറയുമ്പോൾ ഓറഞ്ച് ഉണ്ട്, മത്തങ്ങയുണ്ട്, പപ്പായ ഉണ്ട്, സ്വീറ്റ് പൊട്ടേറ്റോ അതിനകത്തുണ്ട്, ക്യാരറ്റ് ഉണ്ട്. അതേപോലെ റെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ടൊമാറ്റോ, തക്കാളി ഉണ്ട്, പൊമഗ്രനേറ്റ് ഉണ്ട്, നമുക്ക് ബീട്രൂട്ട് ഉണ്ട്, ബെൽ പെപ്പർ ആ കളറിലുണ്ട്. അങ്ങനെ നമുക്ക് വേണ്ട സ്ട്രോബെറി ഉണ്ട്. ഈ വക സാധനങ്ങളിൽ ഏതെങ്കിലും ഒരു 4 എണ്ണം, ഒരു വെണ്ടയ്ക്ക ആണെങ്കിലും, ഒരു തക്കാളി ആണെങ്കിലും, ക്യാരറ്റ് ആണെങ്കിലും, ചീരയാണെങ്കിലും, ബ്രൊക്കോ, എന്തെങ്കിലും നമ്മുടെ ഡെയിലി ഫുഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മൾ ഓർക്കണം. അപ്പൊ അത് ഒരു രീതിയിൽ ഓർത്ത് വയ്ക്കുക. റെയിൻബോ പ്ലേറ്റ് എടുക്കുമ്പോൾ റെയിൻബോ കളറിലുള്ള ഫുഡ് ഉണ്ടോ നോക്കുക. 2, കുറച്ച് ഗുഡ്നെസ്, ഹാൻഡ്ഫുൾ ഓഫ് ഗുഡ്നെസ് എന്ന് ഓർത്ത് വയ്ക്കുക. അതായത് ഗുഡ് ഫാറ്റ്. നമുക്ക് ഗുഡ് ഫാറ്റ് എന്നുള്ള ഇതിനകത്ത് നമുക്ക് വേണ്ടത് നട്ട്സ് ആൻഡ് സീഡ്സ്, നല്ല അതിനകത്തുള്ള നല്ല ഗുഡ് ഫാറ്റുകൾ നമ്മൾ അതിനകത്തുണ്ട്. അതായത് റിഫൈൻഡ് ആയിട്ടുള്ള എല്ലാ എണ്ണകളും നമ്മൾ മാറ്റണം. നമുക്ക് മറ്റേ കോക്കനട്ട് ഓയിൽ ആവാം, മറ്റേ ഗ്രൗണ്ട്നട്ട് ഓയിൽ, അതായത് കപ്പലിന്റെ എണ്ണ ആവാം, നല്ലെണ്ണ ആവാം, ഘീ ആവാം, ഒലീവ് ഓയിൽ ആവാം, ഇങ്ങനെയുള്ള എല്ലാത്തിൻ്റെ ഒരു ഇത് ഏതൊക്കെയാണ് ഗുഡ് ഫാറ്റ് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഹാൻഡ്ഫുൾ ഓഫ് ഗുഡ്നെസ് എന്നുള്ളൊരു ഇത് പറഞ്ഞത്. പിന്നെ നമ്മൾ നോൺ വെജ് യൂസ് ചെയ്യണവരാണെങ്കിൽ ഒമേഗ 3 ഉള്ള ഫുഡുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി നല്ലോണം ഉള്ളതാണ് അവർക്ക്. അതിനകത്ത് ഫിഷ് ആണെങ്കിൽ സാൽമൺ, അയില, മത്തി ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കഴിയുന്നതും മറ്റേ വീടുകളിൽ വളർത്തുന്ന കോഴിയുടെ മുട്ട, അതാണ് നല്ലത്. അതേപോലെ പശുവിൻ്റെ ഇതാണെങ്കിലും അധികം എന്താ പറയുക, നമ്മൾ നല്ല സ്ഥലത്തുനിന്ന് നോക്കി വാങ്ങാനായിട്ടുള്ള മീറ്റും നമ്മൾ നോക്കി വാങ്ങുക. ഓക്കെ, ഇതൊക്കെയാണ്. പിന്നെ ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട നിങ്ങളുടെ ഫുഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ ഇൻഫ്ലമേഷൻ കുറയാൻ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫൈനലായിട്ട് പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഒന്ന് നമ്മൾ ബദാം, വാൾനട്ട്, ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ് ഒക്കെ യൂസ് ചെയ്യാം. പംകിൻ സീഡ് യൂസ് ചെയ്യാം. പിന്നെ എല്ലാ ടൈപ്പ് ഓഫ് ബെറി, നമ്മുടെ നെല്ലിക്ക അടക്കം എല്ലാ ബെറീസും നമുക്ക് യൂസ് ചെയ്യാം. ഗ്രീൻ വെജിറ്റബിൾസ് നമുക്ക് യൂസ് ചെയ്യാം. വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അണിയൻ, അതായത് സവാള, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇത് നമ്മുടെ എല്ലാ ഫുഡിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം, നല്ലതാണ്. ജിഞ്ചറും ടെർമറിക്കും പെപ്പറും വളരെ വളരെ എഫക്റ്റീവ് ആണ്. അത് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ്. മല്ലി, കറുകപ്പട്ട, ജീരകം, പെരിഞ്ജീരകം, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എല്ലാ ദിവസത്തെ ഫുഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാവുന്നത്. ഗ്രീൻ ടീ, നല്ല സോഴ്സിൽ നിന്ന് എടുത്ത ഗ്രീൻ ടീ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എല്ലാ വെള്ള സുന്ദരികളോടും ഒരു ഗുഡ് ബൈ പറയാം. ഒരു രീതിയിലും കഴിക്കാണ്ടിരിക്കുക. റിഫൈൻഡ് ആയിട്ടുള്ള പഞ്ചസാര, മൈദ, റിഫൈൻഡ് ആയിട്ടുള്ള അരി, വൈറ്റ് ബ്രെഡ്, ഈ വൈറ്റ് കളറിൽ എല്ലാം കഴിയുന്നതും പാല് നല്ല സോഴ്സിൽ നിന്ന് അല്ലെങ്കിൽ
അത് നിർത്തണതാണ് എപ്പോഴും നല്ലത്. നല്ല സോഴ്സിൽ നിന്നാണെങ്കിൽ പിന്നെയും കഴിക്കാം, പക്ഷെ കഴിയുന്നതും പലർക്കും ലാക്ടോസ് ഇൻടോളറൻസ് വരുന്നുണ്ട്, പാല് പറ്റാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് പാലിനെ എടുത്ത് എഴുതാഞ്ഞത് പലരും പാല് പറ്റില്ല കഴിക്കണ ആൾക്കാർ. നല്ല സോഴ്സിൽ നിന്ന് വീട്ടിൽ തന്നെ ഉണ്ടാവണ പശുവിന്റെ, നല്ല പുല്ല് തിന്ന് വളരുന്ന പശുവിന്റെ ഒക്കെ അത്യാവശ്യം നമുക്ക് കഴിക്കാം. അത് തൈര് ഒക്കെ ആക്കിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അത് കഴിയുന്നത് അവോയ്ഡ് ചെയ്യാം. ഇനി 1-2 ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രിങ്ക് നിങ്ങൾക്ക് 1-2 പറഞ്ഞുതരാം. അതിനകത്ത് ഒന്നാണ് നമ്മുടെ മഞ്ഞള്, ജിഞ്ചർ, അതായത് ഇഞ്ചി ചതച്ച് ഇട്ടിട്ട്, ഇഞ്ചി അതേ ചതച്ചിട്ടിട്ടുള്ള വെള്ളം തിളപ്പിക്കുക, അതിനകത്ത് മഞ്ഞളും കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് അത് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഇത്തിരി ലെമണും പിഴിഞ്ഞ് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. വെറും വയറ്റിൽ കുടിക്കാം. അസിഡിറ്റി ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ രാവിലെ അത് വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ്. പറ്റിയില്ലെങ്കിൽ അത് ഏതെങ്കിലും നേരത്തെ നമുക്കത് കഴിക്കാം. തേൻ വേണ്ടവർക്ക് ഒഴിക്കാം, അല്ലാണ്ട് കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അല്ലാണ്ട് അങ്ങോട്ട് കഴിക്കാം. അതൊരു ചൂടായിട്ട് കഴിക്കാം. അത് കഴിയുന്നതും തലേന്ന് ഇതെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം ആ വെള്ളം തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലത്. ഇത് കൂടാണ്ട് രണ്ടാമത്തത് മറ്റേ പെരിഞ്ജീരകം, ജീരകവും മല്ലി ഇട്ട് തിളപ്പിക്കണം വെള്ളം. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ചുക്ക് വെള്ളം, മല്ലി വെള്ളം, ജീരക വെള്ളം എന്നൊക്കെ തന്നെ നമ്മൾ വെള്ളത്തിന് പറഞ്ഞിരുന്നത്. കാരണം ഇതൊക്കെ തന്നെ എല്ലാ വീടുകളിലും ഉപയോഗിച്ചിരുന്നത്. അത് നമുക്ക് ഇൻഫ്ലമേഷൻ ഇല്ലാണ്ടിരിക്കാൻ നല്ലോണം ഹെൽപ്പ് ചെയ്യണ ഒരു ഡ്രിങ്ക് ആണ്. ഒറ്റയ്ക്ക് നമുക്ക് ഉണ്ടാക്കാം. മൂന്നും ഒരുമിച്ചിട്ടിട്ട് എല്ലാം അരേശ സ്പൂൺ ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് തിളപ്പിച്ചിട്ട് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ അരിച്ചെടുത്ത് ഒരു ചായ പോലെ കുടിക്കാൻ നല്ലതാണ്. പിന്നെ ഉള്ളത് ഇഞ്ചി ചതച്ചിട്ട് തുളസി ഇട്ടിട്ട് തിളപ്പിക്കുന്ന വെള്ളത്തിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് കഴിക്കാം. അത് നല്ലൊരു ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രിങ്ക് ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ മറ്റേ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കുറച്ച് ഡ്രിങ്ക് ഇവിടെ പറഞ്ഞു തന്നത്. ഇനിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് നമ്മുടെ ഭാവിയിലേക്കുള്ള, നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ കാണുക. അപ്പൊ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശരീരം നമ്മൾ എത്ര നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യണോ അത് ചെയ്യണം. കാരണം ഈ ഒരു ശരീരം മാത്രമേ നമുക്ക് നാളത്തേക്ക് ജീവിക്കാനായിട്ട് നമുക്ക് ഇരിക്കാനുള്ള ഒരേ ഒരു സ്ഥലം ഈ ശരീരമാണ്. ദിസ് ഇസ് ഓൺലി പ്ലേസ് വേർ വി ക്യാൻ ലിവ്. ഈ പറയുന്ന ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രിങ്ക്സ് നിങ്ങൾ കുടിക്കുക. ഇത് മാത്രം പോരാ, ലൈഫ് സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പൊ ഇന്നത്തെ ഒരു സെഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്ന് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ കൂടുന്നതിന്റെ ഒരേ ഒരു റീസൺ നമ്മുടെ ഈ ഇൻഫ്ലമേഷനും ഇൻസുലിൻ റെസിസ്റ്റൻസും ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശരീരം ഒരിക്കലും നമ്മുടെ ഒരു എനിമി അല്ല. നമ്മുടെ ശരീരം നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യാൻ അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ക്രോണിക് ഇൻഫ്ലമേഷനും ഇൻസുലിൻ റെസിസ്റ്റൻസും ഒക്കെ ഒരു രാത്രി കൊണ്ട് ഉണ്ടാവണതല്ല, അത് ഒരു രാത്രി കൊണ്ട് പോകാനും പോകണില്ല. അപ്പൊ എവറി ഹെൽത്തി ചോയ്സ് യു മേക്ക്, അതൊരു സ്റ്റെപ്പ് ടുവേർഡ്സ് അവർ ഹീലിംഗ് ആണ്. നമ്മുടെ അടുത്ത നമ്മുടെ ഒരു ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ റിമെമ്പർ ദാറ്റ് ഓരോ മീൽസും ഒരു മെസ്സേജ് ബോഡിക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, ഓരോ സ്റ്റെപ്പ് നമ്മൾ മുമ്പോട്ട് വെക്കണത് ഒരു ബെറ്റർ ഹെൽത്തിലേക്കാണ് നമ്മളെ വെക്കണത്. ഓരോ രാത്രിയിലത്തെ നല്ലൊരു ഉറക്കം അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മുടെ നാളത്തെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഒരിക്കലും നമ്മൾ ഒറ്റയടിക്ക് ഇതൊന്നും മാറ്റാനായിട്ട് ശ്രമിക്കരുത്. ഒരു 1, 2, 3 ഹാബിറ്റ് നമ്മൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് വെക്കുക. സ്മോൾ ചേഞ്ചസ് നമ്മൾ കൊണ്ടുവന്നിട്ട് അതൊരു ലൈഫ് ലോങ് ഹാബിറ്റ് ആയിട്ട് നമ്മൾ മാറ്റുക എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പൊ ഐ ഹോപ്പ് ദിസ് വെബിനാർ വാസ് യൂസ്ഫുൾ ഫോർ യു ആൾ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഒരു ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ട്, അത് നല്ലതായിട്ട് തോന്നിയെങ്കിൽ യു ക്യാൻ ജസ്റ്റ് മെൻഷൻ ഇൻ ദ ചാറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തംസ് അപ്പ് ഇടാം. ഫീഡ്ബാക്കിനനുസരിച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ക്യാൻ മേക്ക് മൈ സെഷൻസ് മോർ ബെറ്റർ. നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട്, നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാനും ഒക്കെ ആയിട്ട് എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കാനായിട്ട് പറ്റും. അതേപോലെ നിങ്ങൾക്ക് അറിയേണ്ട ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടും കമന്റ് ചെയ്താൽ എനിക്കത് ഇനിയുള്ള സെഷൻസിലേക്ക് നമുക്കത് കൊണ്ടുവരാൻ പറ്റും. സോ ഇതൊരു ജസ്റ്റ് ഒരു ബിഗിനിങ് മാത്രമാണ്. ഇത് നമ്മളൊരു ജേർണിയിലാണ്, നമ്മളൊരു വേക്കപ്പ് ടു വെൽനസ് ജേർണിയിലാണ്. ഇത് സെക്കൻഡ് എപ്പിസോഡേ നമ്മൾ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ മോർ പ്രാക്ടിക്കൽ ഹെൽത്ത്, ഇപ്പൊ ഞാനിപ്പോ കുറച്ച് പ്രാക്ടിക്കൽ ടിപ്സിനകത്ത് ഞാൻ ഇൻഫ്ലമേറ്ററി ഡ്രിങ്കിനെ പറ്റി പറഞ്ഞു തന്നു. ഓക്കെ, അപ്പൊ മോർ പ്രാക്ടിക്കൽ ടിപ്സ് ഒക്കെ ആയിട്ട് വി വിൽ ബി കമ്മിങ് മോർ ആൻഡ് മോർ സെഷൻസ് നമുക്ക് ഉണ്ടാവും. സോ stay connected with me, stay connected with the group, and you will be informed about the next webinar. Until then, take care of yourself, nourish your body, mind. നമ്മളെ തന്നെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുക. ഒരു കാര്യം മനസ്സിലാക്കുക, ദ ഗ്രേറ്റസ്റ്റ് വെൽത്ത് നമുക്ക് ഉള്ളത് എന്താന്ന് വെച്ചാൽ ഇറ്റ് ഇസ് യുവർ ഹെൽത്ത്. അല്ലെ, ഏറ്റവും വലിയൊരു വെൽത്ത് നമ്മുടെ ഹെൽത്ത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ഇവിടെ ക്ലോസ് ചെയ്യാണ്. നിങ്ങളുടെ കണക്ഷൻസിലുള്ള ആൾക്കാർക്ക് ഹെൽത്തിനെ പറ്റി മനസ്സിലാക്കണം എന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് നിങ്ങൾ ആ വീഡിയോസ് അയച്ചു കൊടുക്കുക. നമുക്ക് പേടിയല്ല വേണ്ടത്, വി ഷുഡ് ഹാവ് എന്താ പറയുക, ഒരു കരുതലാണ് നമുക്ക് വേണ്ടത്.
നമ്മളുടെ ശരീരത്തിൽ എന്താ സംഭവിക്കണേന്ന് ഒരു ഡോക്ടർ പറഞ്ഞല്ല അറിയണ്ടേ, നമ്മൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവണം. ഒരു ഭക്ഷണം കഴിക്കുമ്പോഴും ഒരു സാധനം വാങ്ങണ സമയത്തും ഒരു ലേറ്റ് ആയിട്ട് കിടന്ന് ഉറങ്ങുമ്പോഴും അനാവശ്യമായിട്ട് നമ്മൾ ജങ്ക് കഴിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻസൈഡ്. ആ ഒരു ബേസിക് അറിവ് എല്ലാവർക്കും കിട്ടിയാൽ യു ക്യാൻ എന്താ പറയുക ചേഞ്ച് യുവർ സെൽഫ്. നമുക്ക് ആ ഒരു ശീലങ്ങളിൽ നിന്ന് നമുക്ക് മാറിപ്പോവാൻ നമ്മളെ തന്നെ അത് സഹായിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ സെഷനിൽ എനിക്ക് പറയാനുള്ള. നെക്സ്റ്റ് അടുത്ത മാസം 2nd ഓർ 3rd സൺഡേ ആയിരിക്കും. അതൊരു 1 വീക്ക് മുമ്പ് നിങ്ങൾക്ക് അതിന്റെ ഇന്റിമേഷൻ കിട്ടുന്നതായിരിക്കും. സോ ആരാണോ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് ഗെറ്റ് കണക്റ്റഡ് വിത്ത് അവര് നിങ്ങളെ അടുത്ത സെഷൻ അറിയിക്കണമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ ക്ലോസ് ചെയ്യണം. എല്ലാവരെയും അടുത്ത മാസത്തെ അടുത്ത വെബിനാറിൽ കാണാം. കീപ് കണക്റ്റഡ്. താങ്ക് യു. ഗുഡ് ബൈ. ഗുഡ് നൈറ്റ്.